ഹായ് ഹലോ. ഈ സ്റ്റിച്ച് ചെയ്യുന്നവരുടെ എല്ലാം പ്രധാന പ്രശ്നമാണല്ലേ ഈ ബോബിനുകൾ ഇങ്ങനെ എവിടെയെങ്കിലും എന്തെങ്കിലും പാത്രത്തിലിട്ട് വയ്ക്കുക, എന്നിട്ട് ഇതെല്ലാ ത്രെഡും ഒരുമിച്ചായി മിക്സായി ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുക. ആവശ്യം നേരത്തെ നമുക്ക് ഉപയോഗിക്കാനേ പറ്റില്ല. അതിനൊക്കെ പരിഹാരമായിട്ട് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചാണ്ട് ഇത് ഒരുവിധം എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കും, എല്ലാവരും വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ ഞാനിപ്പോഴാണ് കേട്ടോ വാങ്ങിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കുറേ അറകളൊക്കെ ഉണ്ട്, പിന്നെ കുറച്ച് രണ്ട് മൂന്ന് കോലുകളുണ്ട്. അതിൻ്റെ അടിയിൽ കാണുന്ന 2 മാഗ്നറ്റാണ് കേട്ടോ. ഈ മാഗ്നറ്റ് ഉള്ളതുകൊണ്ട് ഇത് മെഷീൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ട് ചെല്ലുമ്പോഴേക്കും അത് ചാടിക്കയറി ഇങ്ങനെ പിടിക്കും. ടിഷ് ഇങ്ങനെ അത് എവിടെ വേണമെങ്കിലും മെഷീൻ്റെ ആ ഭാഗത്ത് എവിടെ വേണമെങ്കിലും അത് ഇരുന്നോളൂ കേട്ടോ. ഇതുപോലെ ത്രെഡ് കട്ടർ, ട്രേസിങ് വീല്, പിന്നെ നമുക്ക് സ്ക്രൂ ഡ്രൈവർ അതൊക്കെ എടുത്ത് വയ്ക്കാം. പിന്നെ ഈ ബോബിനുകളെല്ലാം ഇങ്ങനെ നമുക്ക് ഓരോന്നോരോന്നായിട്ട്. അപ്പോൾ ഇത് കാണുകയും ചെയ്യാമല്ലോ, പെട്ടെന്ന് എടുക്കുക, ഏതൊക്കെ ത്രെഡ് ഉണ്ടെന്ന് നോക്കിയിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റും. പിന്നെ ഇത് ലോക്ക് മെഷീൻ്റെ സാധനം. പിന്നെ ഏറ്റവും അധികം എൻ്റെ അടുത്ത് നിന്ന് കാണാണ്ടാവുന്ന സാധനമാണ് ഈ സീം റിപ്പർ. ഇത് എപ്പോഴും കാണാണ്ടാവും. അതാണ് ഏറ്റവും മെയിനായിട്ട് കാണാണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യമായിട്ട് ഇത് വാങ്ങിച്ചത്. അപ്പോൾ ഇത് എത്ര നൂലിടാം എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 എണ്ണം, ഒരെണ്ണത്തിൽ 5 എണ്ണം വീതം 3 എണ്ണം. അപ്പോൾ 15 എണ്ണം നമുക്ക് ഈ ബോബിനുകൾ ഇതിനകത്ത് ഇട്ട് സൂക്ഷിച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ വാങ്ങാത്തവർ എത്രയും പെട്ടെന്ന് വാങ്ങൂ, ഉപയോഗിച്ച് നോക്കൂ, അടിപൊളിയാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.